എല്ലാവർക്കും നമസ്കാരം. അൽബനി ഫിസിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിലേ നമ്മുടെ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതുവരെ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. സ്ട്രോക്ക് ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷാഘാതം, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻ്റ് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇത് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം സ്ട്രോക്കുകളാണ് നമുക്ക് സാധാരണ ഉള്ളത്. അപ്പോൾ ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക്, ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം ഇല്ലാതായി ആ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് ഇസ്കീമിക് ടൈപ്പ് എന്ന് പറയുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടി അതിൽ നിന്നും രക്തം തലച്ചോറിലേക്ക് വ്യാപിച്ച് ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിക്കുന്ന രീതിയിലുള്ള സ്ട്രോക്കിനാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ട്രോക്കിനാണെങ്കിലും തലച്ചോറിൻ്റെ കോശങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റീജനറേറ്റ് ചെയ്യില്ല. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റീജനറേറ്റ് ചെയ്യില്ല. പിന്നെ ഈ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലാണ് സ്ട്രോക്ക്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് ആണെങ്കിൽ റൈറ്റ് സൈഡായിരിക്കും തളർന്നു പോകുന്നത്. ഇത് നമ്മൾ ഹെമിപ്ലീജിയ ഉണ്ട്, ഹെമിപാരസിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. സ്ട്രോക്ക് ചെറുതായിട്ടൊന്നും അടിച്ചു പോകുന്ന കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബലക്ഷയം മാത്രമേ ശരീരത്തിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ ഇടത് ഭാഗത്താണ് വലതുവശത്ത് കാണുകയുള്ളൂ. എവിടെയാണോ തലച്ചോറിൽ സ്ട്രോക്ക് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മുടെ മസിൽസ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷാഘാതം എന്ന് പറയുന്നത് ഒരു സൈഡും ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെമിപാരസിസ്, അതായത് ഒരു ബലക്ഷയം സാധാരണ രീതിയിൽ വരാം. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം അനക്കാനേ പറ്റത്തില്ല. നമ്മുടെ മസിൽ പവർ ഗ്രേഡിങ് വെച്ചിട്ടാണ് നമ്മളത് അസസ് ചെയ്യുന്നത്. അതായത് 0 ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള മസിൽ പവറും ഉണ്ടാവില്ല. 1 എന്ന് പറഞ്ഞാൽ ഫ്ലിക്കർ ഓഫ് കൺട്രാക്ഷൻ, അതായത് ചെറിയൊരു അനക്കം മാത്രം വിരലിനും ദേഹത്തിനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മസിൽ പവർ ഇങ്ങനെ അസസ് ചെയ്തിട്ടാണ് ഇത് ഏത് മസിൽ പവർ 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ എന്നൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ സ്ട്രോക്ക് വരാനുള്ള പല കാരണങ്ങളുണ്ട്. ബി പി എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് കില്ലറാണ്. BP ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് വരാം, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് വരാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായി പുകവലിക്കുന്ന ആൾക്കാർക്ക്, മദ്യപാനമുള്ള ആളുകൾക്കൊക്കെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ട്രോക്ക് നമ്മൾ സാധാരണ ഒരു ആൾക്ക് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ഡിസീസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ബി ഫാസ്റ്റ് എന്നുള്ളൊരു ചെറിയൊരു കോഡ് വഴി നമ്മൾക്കത് എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ്, അതായത് ഈ പക്ഷാഘാതത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് വരുന്നുള്ള കാര്യം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബി ഫാസ്റ്റിലെ ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ബാലൻസ് പോകുന്നൊരവസ്ഥയിലേക്ക് വരിക, ബാലൻസ് പോവുക. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, അതായത് നമുക്ക് ചിലപ്പോൾ ഡബിൾ വിഷനൊക്കെ ഞാൻ പറയുന്ന എല്ലാ സിംറ്റംസും എല്ലാ കേസിലും വരണമെന്നില്ല. ഞാൻ ജനറലൈസ്ഡ് ചെയ്യുകയാണ്. അതായത് ഈ പക്ഷാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷാഘാതം വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ജനറൽ സിംറ്റംസിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ സിംറ്റംസും എല്ലാവർക്കും വരണമെന്നില്ല. സോ ബി എന്ന് പറഞ്ഞാൽ ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഡബിൾ വിഷൻ, അതായത് വിഷൻ ക്ലാരിറ്റി ഇല്ല, വിഷൻ ഒന്ന് മങ്ങിപ്പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഡബിൾ വിഷനിലേക്ക് പോകുന്ന പോലെയോ ഒക്കെ തോന്നുന്നൊരവസ്ഥ വരും. അതാണ് ബിയിലെ ഇ എന്ന് പറയുന്നത്. ഫാസ്റ്റ്, അതായത് എഫിൻ്റെ വന്നു കഴിയുമ്പോൾ ഫേഷ്യൽ പാരാലിസിസ്, അതായത് നമ്മുടെ ഫേസ് ഒരു സൈഡിലേക്ക് ചെറുതായിട്ട് ഒന്ന് കോടിപ്പോകുന്ന പോലെ ഒരു അവസ്ഥ വരാൻ സാധിക്കും. അതാണ് നമ്മുടെ ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ് നേരെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ്. പിന്നെ എ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിൻ്റെ അകത്ത് ഫാസ്റ്റിൻ്റെ എ എന്ന് പറഞ്ഞാൽ ആംസ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള കൈക്ക് ബലക്ഷയം തീരെ സംഭവിക്കുക. നമ്മൾ കൈ പൊക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൈ പൊക്കാൻ പറ്റാതാവുക. എന്തെങ്കിലും ഓബ്ജക്റ്റ് നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ദെൻ സ്പീച്ച്, അതായത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിനകത്ത് സ്പീച്ച്, അതായത് കറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം പറ്റി അല്ലെങ്കിൽ എനിക്ക് കൈയനക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ബൈസ്റ്റാൻഡറോട്, നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പറയാൻ ശ്രമിക്കുമ്പോൾ നാക്ക് കുഴഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരാം. അതാണ് എസ് എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞ ടൈം. എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആളിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക.
നമ്മുടെ ക്ലോട്ട് അലിഞ്ഞു പോകാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഒരു റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥാന്തരം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും സംജാതമാകുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു നിമിഷം പോലും വൈകാതെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ സിംറ്റംസ്, അതായത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരുമ്പോഴത്തേന് എന്താണ് സിംറ്റംസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സ്ട്രോക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ഇഞ്ചക്ഷനെല്ലാം കൊടുത്തു, ഓക്കെ ആയി, അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട കേസാണ്. ഹെമറാജിക് സ്ട്രോക്ക് ആണെങ്കിൽ ചിലപ്പം നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടി വരും. സർജറി ചെയ്യേണ്ട കേസാണെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് കുറേ കൂടി ഒന്ന് കൂടിയ ലെവലിലേക്ക് പോകും, പെട്ടെന്നൊരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ സാധാരണ ഒരു സ്ട്രോക്ക് MCA, അത് മിഡിൽ സെറിബ്രൽ ആർട്ടറി സ്ട്രോക്ക്, അങ്ങനെയുള്ള സ്ട്രോക്കൊക്കെ വരികയാണെങ്കിൽ സാധാരണ കൂടുതലായിട്ട് കാണപ്പെടുന്നത് MCA സ്ട്രോക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രോക്കുകളൊക്കെ ആണെങ്കിൽ വിത്തിൻ 3 months, ഒരു 6 months ആണ് നമ്മളതിൻ്റെ റിക്കവറി പീരീഡ് പറയുന്നത്. അപ്പോൾ വിത്തിൻ 6 months പേഷ്യൻസ് സാധാരണ രീതിയിൽ റിക്കവർ ആവും. ഹെമറാജിക് സ്ട്രോക്കൊക്കെ ആണെങ്കിൽ സാധ്യതകൾ കുറവാണ്. ഒരു 3 months കൊണ്ട് തന്നെ റിക്കവറായി പോകുന്ന കേസുകളുമുണ്ട്. അതിന് മുമ്പ് ഹെമി പാരസിസ് ഒക്കെ ആണെങ്കിൽ 1 month കൊണ്ട് റിക്കവറായി പോകുന്ന കേസുകളുണ്ട്. എന്നാൽ റിക്കവർ ആവാതെ പോകുന്ന കേസുകളും, അതായത് പല ഡീഫോമിറ്റീസുമായിട്ട് ജീവിതം പിന്നീട് നയിക്കേണ്ടതായിട്ടുള്ള കേസുകൾ വരും. അപ്പോൾ അത് നമ്മുടെ ചില അനാസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ ചില അറിവില്ലായ്മകൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അപ്പം ഈ ആളെ, അതായത് സ്ട്രോക്ക് വന്ന ആളെ എല്ലാം ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിനു മുമ്പ് റിക്കവറായി പോകുകയാണെങ്കിൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പൊസിഷനിങ് ഓഫ് ദ പേഷ്യൻറ്റ്, എങ്ങനെയാണ് പക്ഷാഘാതം വന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ പൊസിഷൻ ചെയ്യുന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്ന ആളുകൾക്ക് പല ഡീഫോമിറ്റീസും ഉണ്ടായിട്ടുണ്ട്. അവർ നടക്കുമ്പോഴത്തേന് ഉള്ള പിൽക്കാലത്ത് എന്തായാലും സ്ട്രോക്ക് വന്ന് റിക്കവറായി നടക്കുമ്പോഴത്തേന് സാധാരണഗതിയിലുള്ള ഒരു നടത്തമായിരിക്കില്ല അവർക്ക് നടക്കുമ്പോഴത്തേന് വ്യത്യാസമുണ്ടാവും. ആളുകൾ കാണുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യും എന്തോ പ്രശ്നം പറ്റിയ ആളാണ് എന്ന് മനസ്സിലാവും. കാര്യം അതെല്ലാം ആ കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പൊസിഷൻ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങൾ ദയവായി നിങ്ങൾ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവാണ്. കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. ഇപ്പം സ്ട്രോക്ക് വന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോ ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം എങ്ങനെയാണ് ഈ ആളെ വീട്ടിൽ കിടത്തിയിരിക്കുന്ന അവസ്ഥ. മിക്കവാറും ആളുകൾക്ക് ഹോം നേഴ്സ് ഉണ്ടാവും, നോക്കാനുണ്ട്. പക്ഷേ അവർക്കൊന്നും എങ്ങനെയാണ് കറക്റ്റ് ഈ സ്ട്രോക്ക് വന്ന ആളുകളുടെ പൊസിഷനിങ് എന്നുള്ള കാര്യം അറിയില്ല. അതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പം കാണിക്കാൻ പോകുന്ന പൊസിഷനിങ് ആണ്. എങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ വീട്ടിൽ പൊസിഷൻ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം അല്ലാതെ ഈ പൊസിഷൻ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തില്ല എന്നുള്ള അവസ്ഥയിൽ പേഷ്യൻ്റ് റിക്കവർ ആവും, പേഷ്യൻ്റ് നടക്കും. പക്ഷേ പേഷ്യൻ്റ് നടക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഡക്ടറി ഗേറ്റ് എന്നാണ് ഇതിന് സാധാരണ രീതിയിൽ മെഡിക്കൽ പറയുന്നത്. അത് പേഷ്യൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും. അത് ഫ്ലക്ഷൻ സിനർജിക് പാറ്റേൺ എന്ന് പറയും. കൈ ഇതാ ഇങ്ങനെ ഇരിക്കും. കാല് ഇവർ നടക്കുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇങ്ങനെ കറക്കി ഇങ്ങനെയായിരിക്കും കാല് വെക്കുന്നത്. ഇങ്ങനെ വരുന്നൊരു അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഗേറ്റ് എന്ന് സർക്കംഡക്ടറി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് സംജാതമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യാത്തതിൻ്റെ അപാകതകൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പൊസിഷനിങ് കറക്റ്റായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. പേഷ്യൻ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത്. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ കാലുകൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെയായിരിക്കും, മറിഞ്ഞായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്യുക. ഈ ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നടക്കുമ്പോൾ കാല് പ്രോപ്പറായിട്ട് മുമ്പിലോട്ട് എടുത്ത് വെക്കുന്നതിന് പകരം ചെരിച്ചായിരിക്കും കാലെടുത്ത് വെക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച സർക്കംഡക്ടറി ഗേറ്റ് എന്ന് പറഞ്ഞ ഗേറ്റിൽ കാല് നേരെ പുറത്തോട്ട് കാലിൻ്റെ പാദം വന്നിട്ട് അങ്ങനെ നടക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ കാല് കീപ്പ് ചെയ്യുക. അതിന് 2 ടെക്നിക്കുകളാണുള്ളത്. ഒന്നുകിൽ പില്ലോ അല്ലെങ്കിൽ ഇതുപോലൊരു റോള് വെച്ചിട്ട് ഇവിടെ നമ്മുടെ കട്ടിലിൻ്റെ എന്താ പറയുക, ഇവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു തടയുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് മാക്സിമം ഇതുപോലൊരു റോളോ അല്ലെങ്കിൽ പില്ലോയോ വെച്ച് പേഷ്യൻറ്റിൻ്റെ കാലുകൾ നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്രൽ പൊസിഷൻ കീപ്പ് ചെയ്യുക. അപ്പോൾ കാലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഇതിൻ്റെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കാലിൻ്റെ കാര്യം പറയാം. നമ്മൾ പെരിഫറൽ ഹാർട്ട് നമ്മുടെ
കാഫ് മസിൽ, അതായത് ഇവിടെയാണ് പെരിഫറൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അറിയില്ല. പെരിഫറൽ ഹാർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന മസിൽ നമ്മുടെ ഈ കാഫ് മസിലാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒന്നുമില്ല, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത. കാര്യം കാലിന് മൂവ്മെൻറ്റ് നടക്കുന്നില്ല, ചലനം നടക്കുന്നില്ല, ആൾ ബെഡ്റിഡനാണ്. അപ്പോൾ ഈ ക്ലോട്ട് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാരണവശാൽ അത് അവിടുന്ന് ഡിസ്ലോഡ് ചെയ്യാം. അതായത് ആ ക്ലോട്ട് അവിടുന്ന് വിട്ടുപോയ ശേഷം അത് നമ്മുടെ രക്തചംക്രമണത്തിൽ കൂടി വന്ന് ഹാർട്ടിൽ വന്നടിച്ച് കഴിഞ്ഞാൽ അറ്റാക്കോ അല്ലെങ്കിൽ ബ്രെയിനിൽ വന്നടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ പമ്പിങ് മൂവ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ആംഗിളിൻ്റെ മൂവ്മെൻറ്റ് ലൂസാക്കി വിട്ട് ആംഗിളിൻ്റെ മൂവ്മെൻറ്റ്, ഇതിപ്പോൾ നോർമൽ പേഷ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ലൂസാക്കി വിടാൻ പറഞ്ഞത് കേട്ടോ. മറ്റേ സാധാരണ സ്ട്രോക്ക് പേഷ്യൻറ്റ് നമുക്ക് ലൂസാക്കി വിടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നല്ലപോലെ നമ്മൾ കാലിൻ്റെ പാദം അനക്കി കൊടുക്കുക. നന്നായിട്ട് വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നന്നായിട്ട് പാദം അനക്കി കൊടുക്കുക. ഈ പാദം അനക്കുന്നത് വഴി നമുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള രക്തചംക്രമണം കൂടും, അതുപോലെ ക്ലോട്ട് ഈ DVT ഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യും. ഓക്കെ, അത് മനസ്സിലായി, രണ്ട് കാര്യം മനസ്സിലായി. നമ്മുടെ പാദം ന്യൂട്രൽ പൊസിഷൻ കീപ്പ് ചെയ്യുക, പിന്നെ പാദം അനക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഇവർക്കുള്ള ഈ സ്ട്രോക്ക് ഇപ്പം ഇതാണ് സ്ട്രോക്ക് ബ്രെയിനിൻ്റെ എന്താ പറയുക, ഇടതുവശത്ത് വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിരിക്കും നമ്മുടെ ശരീരത്തിന് തളർന്നു പോകുന്നത്. അപ്പം ഈ സ്ട്രോക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള പോർഷനിലെ കൈ എപ്പോഴും അവരുടെ ഇങ്ങനെയായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അവർക്ക് ഒരു ഫ്ലക്ഷൻ സിനർജിക് പാറ്റേൺ എന്ന് പറയുന്നതിന്, അതായത് പേഷ്യൻ്റ് തന്നെ അവരുടെ നെഞ്ചിലേക്ക് കൊണ്ട് കൈവെക്കാനായിരിക്കും സാധ്യത. അതങ്ങനെ വന്ന് കഴിയുമ്പോൾ, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ നമ്മുടെ എൽബോയുടെ പോർഷനിൽ കൺട്രാക്ഷൻ ഉണ്ടാകും, എൽബോയുടെ പോർഷനിൽ കട്ടി പിടിക്കും. അങ്ങനെ കട്ടി പിടിച്ച് കഴിയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു കാരണവശാലും അങ്ങനെ വെക്കാൻ സമ്മതിക്കരുത്. നമ്മളൊരു പില്ലോ വെച്ച ശേഷം പില്ലോ ഇവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ, ഇതിപ്പം നമ്മുടെ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു കൗച്ചായതുകൊണ്ടാണ്, ഇങ്ങനെ വലിയ കൗച്ചായതുകൊണ്ട് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ കണ്ടോ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മറികടന്ന് ഇങ്ങോട്ട് നെഞ്ചത്തോട്ട് കൊണ്ടുവരാനുള്ള മസിൽ പവർ പേഷ്യൻറ്റിന് ഇല്ല. കാര്യം പേഷ്യൻ്റ് ഓൾറെഡി സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൈ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാതിരിക്കുക. അങ്ങനെ തന്നെ, അതായത് നെഞ്ചത്തോട്ട് അടുപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ വെക്കുക. കാല് ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്യുക, കൈ ആണെങ്കിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പേഷ്യൻറ്റിനോട് നല്ലപോലെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ഇപ്പം ബ്രീത്തിങ് എക്സസൈസൊക്കെ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനോട് നല്ലപോലെ ശ്വാസം എടുത്ത് വിടാൻ പറയാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, നന്നായിട്ട് ശ്വാസം വിടുക. മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് ശ്വാസം എടുക്കുക, നന്നായിട്ട് ശ്വാസം വിടുക. പേഷ്യൻറ്റിനോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി പേഷ്യൻറ്റിനോട് നല്ല രീതിയിൽ ശ്വാസം എടുത്ത് വിടാൻ പറയുക. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ ചലനങ്ങൾ ഇവർക്കുണ്ടാവും. അപ്പോൾ അത് പേഷ്യൻറ്റിനോട് കൂടുതലായിട്ട് ചെയ്യാൻ പറയാം. അപ്പം ചെറിയൊരു കാല് ആദ്യം ഇവരുടെ മൂവ്മെൻറ്റ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി എലിമിനേറ്റർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യാനേ പേഷ്യൻറ്റിന് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ ശേഷം മാത്രമേ എഗനിസ്റ്റ് ഗ്രാവിറ്റി പേഷ്യൻറ്റിന് ഒന്ന് റിക്കവറി സ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞ് പേഷ്യൻറ്റിന് പൊക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞൊരു ഫിസിയോതെറാപ്പി ചെയ്ത ശേഷം മാത്രമേ ആ ഒരു മൂവ്മെൻറ്റൊക്കെ ലഭിക്കുകയുള്ളൂ. പേഷ്യൻറ്റിന് ആദ്യം ലഭിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കാല് അകത്തേക്കൊന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും ആദ്യം. അതുപോലെ കൈ ആണെങ്കിലും ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ആ മൂവ്മെൻറ്റൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ എവറി 2 hours നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ എയർബഡൊക്കെ അവൈലബിൾ ആണ്. എയർബഡ് ഉണ്ടെങ്കിൽ അതിന് കാര്യമില്ല. കാര്യം എയർബഡിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കണ്ട പല ബബിൾസ് പോലെ എയർബഡ് ഇരിക്കുന്നത് ഒന്ന് ഡീഫ്ലൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻഫ്ലൈറ്റ് ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ വരാതിരിക്കാൻ വേണ്ടി കുറേ ബബിൾസ്, അതായത് ഈ ഇൻഫ്ലൈറ്റ് ചെയ്യുമ്പോഴത്തേന് കുറേ ബബിൾസ് ഡീഫ്ലൈറ്റ് ചെയ്യും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോർഷനിലും പ്രഷർ വരുന്നില്ല. അതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എയർബഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എയർബഡ് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾ എവറി 2 hours പേഷ്യൻറ്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാലും അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് എഴുന്നേപ്പിച്ച് പതുക്കെ 2 പേര് കൂടി ഇരുത്തുകയോ അല്ലെങ്കിൽ പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ബെഡിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റുകയോ ഒക്കെ ചെയ്ത് എവറി 2 hours പൊസിഷൻ ചേഞ്ച് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അഫക്റ്റഡ് സൈഡ് എന്ന് വിചാരിക്കുക. ഈ സൈഡിലേക്ക് പേഷ്യൻ്റ് ചെരിഞ്ഞ് കിടക്കാതിരിക്കുക. കാര്യം പേഷ്യൻ്റ് അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന അവസ്ഥ വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ മസിൽ പവർ ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡിലല്ലേ മസിൽ പവർ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ മസിൽ പവർ ഉള്ളപ്പോൾ ഇത് ഉപയോഗിച്ച് പേഷ്യൻ്റ് ഇങ്ങനെ ചെരിയും.
ഇങ്ങനെ ചെരിഞ്ഞ് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ സൈഡ് തളർന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ബോഡി വെയ്റ്റ് ഈ ഭാഗത്തെ മുഴുവൻ വെയിറ്റൂടെ ആ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിക്കവറി സ്ലോ ആവും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ കിടക്കാൻ അനുവദിക്കരുത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു 1 മന്ത്, ഒരു മാസ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഷോൾഡറിൽ പിടിച്ച് ഇങ്ങനെ പൊക്കരുത്. ഷോൾഡറിൽ പിടിച്ച് ഇങ്ങനെ പൊക്കി മാറ്റരുത്. നിങ്ങൾ നിർബന്ധം ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് ഗ്രാസ്പ് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബെഡ്ഷീറ്റിൽ തന്നെ നമ്മൾ നേരെ പിടിച്ച് ബെഡ്ഷീറ്റിൽ 2 പേര് പിടിച്ച് പേഷ്യൻറ്റിനെ ഇതുകൊണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ലിഗമെൻറ്റ്, അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ലിഗമെൻറ്റ് ലാക്സിറ്റി ഉണ്ടാകും. ലിഗമെൻറ്റ് ലാക്സിറ്റി എന്ന് പറഞ്ഞാൽ ലിഗമെൻറ്റ് ലൂസായിരിക്കും ഒരു മാസ കാലഘട്ടത്തിന്. അത് അപ്പോൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റും അറിയില്ല, നമ്മളും അറിയില്ല. നമ്മൾ പിടിച്ചിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിഗമെൻറ്റ് ഇവിടുന്ന് തെന്നിപ്പോകും, ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകും. പേഷ്യൻ്റ് അറിയില്ല. റിക്കവറൊക്കെ ആയി കഴിയുമ്പം കൈയുടെ ഈ മൂവ്മെൻറ്റ് കിട്ടും, ഈ മൂവ്മെൻറ്റ് കിട്ടും, ഷോൾഡർ പൊങ്ങുന്നില്ല. അന്നേരം നോക്കുമ്പോഴത്തേനായിരിക്കും ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആണ്. കാര്യം പേഷ്യൻ്റ് അന്നേരം പെയിൻ ഫീൽ ചെയ്യില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാകത്തില്ല. ഷോൾഡർ ഡ്രൂപ്പ് ചെയ്ത് കിടക്കുമ്പം നമ്മൾ ഓർക്കും, വീട്ടുകാരല്ലേ, നമ്മൾ ഓർക്കും സ്ട്രോക്ക് വന്നുകൊണ്ട് അവിടുത്തെ മസിൽ വീക്ക് ആയതുകൊണ്ട് ഷോൾഡർ താന്ന് കിടന്നാന്ന് ഓർക്കും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോക്കിൻ്റെ വീട്ടിൽ പൊസിഷനിങ്ങിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിക്കവറി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് അത് ഒരു നിയർ നോർമൽ ലെവലിലേക്ക് എത്താൻ അത് വളരെയധികം സഹായിക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഈ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ്. കാര്യം ഇത് വളരെ ഇൻഫോർമേറ്റീവ് എന്ന് മാത്രമല്ല, ഇത് നമ്മൾ ചെയ്യുന്ന മുഖാന്തരം പേഷ്യൻ്റ് റിക്കവർ ആകുമ്പോൾ നമുക്കൊരു 90-95% നോർമലിലേക്ക് എത്തിക്കാൻ പറ്റും. തുറന്നു പറയുകയാണെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 8% എങ്കിലും ചെറിയ ഡിഫോമിറ്റീസ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നടക്കുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പൂർണ്ണമായിട്ട് റിക്കവർ ആവുന്ന കേസുകളില്ല എന്നല്ല പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. വലിയ ഇൻറ്റൻസിറ്റിയിൽ വന്ന സ്ട്രോക്ക് ആണെങ്കിൽ എവിടെയോ ഒരു 5-6% നമുക്ക് ഒരു അപാകത തോന്നാം. അതിനേക്കാളും കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ടെക്നിക്ക് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളായിട്ട് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നില്ല, നമ്മളായിട്ട് പൊസിഷൻ നമുക്ക് അറിയത്തില്ലാത്തത് മുഖാന്തരം അവരുടെ ഈ ഒരു അപാകതകൾ നമ്മൾ കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇതൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വിഷയമാണ്. നിങ്ങളിത് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്ന നമ്പറെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു കരുതിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബനി. നമസ്കാരം.